ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല കാറ്റുള്ള ദിവസം കേട്ടോ, നല്ല സ്റ്റോമുണ്ട്, അതേപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട്. അപ്പം ഇവിടെ റയാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ അവൻ്റെ സ്കൂൾ ബസ് ഏകദേശം ഒരു 8:20 വരുന്നത്. അപ്പം അവനത് ഇവിടെ ജാക്കറ്റും ഗ്ലൗസും തൊപ്പിയൊക്കെ ഇട്ട് റെഡി ആവുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബസ് ആദ്യം നമ്മളെ വീട്ടിന് നേരെ ഓപ്പോസിറ്റ് വരികയായിരുന്നു. ഇപ്പം ഒരു സ്റ്റോപ്പ് കുറച്ച് ബാക്കോട്ട്, ഒരു 2 സെക്കൻഡ് ബാക്കോട്ട് നടക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ റയാൻ ഒരുങ്ങുക കേട്ടോ. നല്ല തണുപ്പാണ്, നല്ല കാറ്റുമുണ്ട്. പുറത്ത് നിൽക്കാൻ പറ്റില്ല. പുറത്ത് നിൽക്കുമ്പോഴേക്കും കാറ്റ് കംപ്ലീറ്റ് സ്നോ നമ്മുടെ മുഖത്തേക്ക് കടിക്കും. അത്രയും തണുപ്പാണ് കേട്ടോ, അത്രയും തണുപ്പും കാറ്റുമാണ്. അപ്പോൾ റയാൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുതേ. അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണാം, അതുകൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളിങ്ങനെ ഓൾ എന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു വരുത്. അപ്പോൾ റയാൻ ഇവിടെ റെഡിയായി കേട്ടോ. ഒരു ഏകദേശം 8:18 അവൻ ആ സമയമാകുമ്പോഴാട്ടോ പോകുന്നത്, 2 മിനിറ്റ് മുമ്പ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം റയാൻ പോകുന്നത്. നല്ല തണുപ്പാട്ടോ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാനും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഉള്ളത്, അല്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുകയില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല കാറ്റാണ്. ഈ കാറ്റുകൊണ്ട് സ്നോ കംപ്ലീറ്റ് നമ്മളെ മുഖത്തേക്ക് അടിക്കുക. കാറ്റില്ലെങ്കിൽ പിന്നെ അത്ര അങ്ങോട്ട് കുഴപ്പമില്ല, എന്നാലും തണുപ്പുണ്ടാവും. അപ്പോൾ അവനിതാ ആദ്യം നേരെ നമ്മളെ മുമ്പിലായിരുന്നു ബസ് നിർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇവൻ ഒരാളേ ഉള്ളൂ ഇവിടുന്ന് എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബാക്കോട്ടേക്ക് ഒരു 2 സെക്കൻഡ് നടന്നാൽ മതി കേട്ടോ. കാണുന്ന കാറിൻ്റെ അടുത്ത് അവിടെയാണ് ഇപ്പോൾ നിർത്തുന്നത്. അവിടെ ആകുമ്പോൾ ഒരുപാട് കുട്ടികൾ ഒരുമിച്ചുണ്ട്. കണ്ടോ ഗൈസ്, നമ്മളെ മഞ്ഞ് വന്ന് മുമ്പിലൊക്കെ മൂടിയേക്കുന്നത്. ഇത് ആക്ച്വലി ഇന്നലെ രാത്രി കുറച്ച് മഞ്ഞൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഇന്ന് രാവിലത്തേക്ക് വീണ്ടും വന്നേക്കുന്നതാണ് കേട്ടോ. ഇത്രയും ഇവിടെ നമ്മുടെ പണ്ട് ചെടികളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം കേട്ടോ. നല്ല റോസാപ്പൂവൊക്കെ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് കംപ്ലീറ്റ് മഞ്ഞായി ഇപ്പം. പിന്നെ ഈ ഒരു ഏരിയ, അതിൻ്റെ മുമ്പിലൊന്നും ഞങ്ങൾ മഞ്ഞ എടുത്തേ ഇല്ല, ജസ്റ്റ് മുമ്പിൽ മാത്രം കേട്ടോ എടുത്തിരുന്നത്. അപ്പം നല്ല കാറ്റും കേട്ടോ. റയാൻ്റെ ഫ്രണ്ട്സും അവിടെ നിൽക്കുന്നുണ്ട് ബസ്സും കാത്ത്. ബസ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ചില സമയം കറക്റ്റ് 8:20 വരും, ചില സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയം മാറും കേട്ടോ. ഇപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഫ്രണ്ടിലോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സ്റ്റെപ്പിന് മുകളിലൊക്കെ കണ്ടോ, കംപ്ലീറ്റ് മഞ്ഞ കേട്ടോ. ഫ്രണ്ടിലത്തെ ഡോറ് തുറന്ന മഞ്ഞ് അകത്തോട്ടങ്ങ് ചാടും, അതാണ് അവസ്ഥ. ഇത് നമ്മൾ പോസ്റ്റ് ബോക്സ് കേട്ടോ. പോസ്റ്റ് ബോക്സൊക്കെ മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇന്നലെ രാത്രി എടുത്തതാട്ടോ മഞ്ഞ് കംപ്ലീറ്റ്, എന്നാലും പിന്നെയും വന്നതാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം വേണമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേയൊന്നും ചെയ്യാറില്ല, കുറച്ച് ചെയ്യും. ബാക്കി ഹസ്ബൻഡും മോനും കൂടി ആട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഗാരേജിൽ തന്നെയാണ് ഇതിൻ്റെ മെഷീൻ വെച്ചേക്കുന്നത്, സ്നോ ബ്ലോവർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഇത് ഇന്നലെ രാത്രി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പം ഇത് ഇലക്ട്രിക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ, ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഇലക്ട്രിക്കിൻ്റെ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കേബിള് പ്ലഗ് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ലോങ് കേബിളാണ് ഉള്ളത്. അപ്പം ഞാനിതൊന്ന് ഇവിടെ മീൻസ് അവിടെയുള്ള മുമ്പിലുള്ള മഞ്ഞൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല, കാരണം 2 കയ്യിലും ഗ്ലൗസ് ആയിരിക്കും, പിന്നെ മൊബൈലും മെഷീനും ഒക്കെ കൂടെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്നോ ബ്ലോ ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോൾ ഇതാ ഞാൻ സ്വിച്ചൊക്കെ ഓണാക്കി കേട്ടോ. ഞാൻ ബ്ലോ ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തില്ല, പക്ഷേ ഇന്നലെ എടുത്തതിൻ്റെ രാത്രി ചെയ്തതിൻ്റെ ക്ലിപ്പിൽ അത് ഞാൻ ചെയ്താട്ടെ. ഇപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് എത്തി കേട്ടോ, കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന്. ഇനിയിപ്പോൾ ഇത് ഫ്രണ്ടത്തെ വ്യൂ ആട്ടോ.
മുമ്പത്തെ സൈഡിൽ നിന്ന്. ഇനി ഞാൻ അതിലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബിരിയാണീൻ്റെ സൈഡിൽ നമ്മളെപ്പോഴും കഴിക്കുന്ന ചട്നി. ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ഭാഗത്തൊക്കെ ബിരിയാണിക്ക് ചട്നി, ഈ ചട്നി ഇല്ലാതെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കില്ല. എപ്പോഴും സൈഡായിട്ട് ഈ പുതിന ചട്നി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ പുതിന ചട്നി തയ്യാറാക്കാൻ വേണ്ടി ഒരു കൈ നിറയെ പുതിനയും ഒരു കൈ നിറയെ മല്ലിച്ചപ്പും, അതായത് പുതിനയും മല്ലിച്ചപ്പും തുല്യ അളവിൽ, പിന്നെ 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആട്ടോ. ഇഞ്ചി നന്നായിട്ട് തൊലിച്ച് ക്ലീൻ ചെയ്ത ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് വരുന്ന തേങ്ങയാണ്. അപ്പോൾ നമ്മൾ പുതിന ഇപ്പോൾ ഒരു കൈ നിറയാണ് എടുത്തെങ്കിൽ ഇത് അതിൻ്റെ ഡബിൾ എടുക്കണം. 2 കൈ നിറയെ തേങ്ങയാണ്. ഫ്രഷ് തേങ്ങ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഫ്രഷ് തേങ്ങ 2 കൈ നിറയെ എടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് കറിക്കൊന്നും അരിയുന്ന പോലെ അരയേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ഒന്ന് ജസ്റ്റ് അരച്ചെടുത്താൽ മതി കേട്ടോ. കറിക്കൊക്കെ അരിയുന്ന പോലെ പേസ്റ്റ് പോലെയൊന്നും വേണ്ട. ചട്നിക്കൊക്കെ ഉള്ള പോലെ ഒരു ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു സ്പൂണ് യോഗേർട്ടാണ് ചേർത്ത് കൊടുക്കുന്ന, തൈര്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിക്കുള്ള പുതിന ചട്നി തയ്യാറായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം, അതുകൂടെ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. ബൈ.